അപ്പോൾ ഫ്രണ്ട്സ് ഇതേണ്ട നമ്മളിവിടെ പാലോളത്ത് വന്നതാണ്. ഇതാ നെല്ലിക്ക കിട്ടിയിട്ടുണ്ട്. ചെറിയ നെല്ലിക്കയാണ്. അപ്പോൾ ചെറിയ നെല്ലിക്കയാണെങ്കിലും പക്ക ടേസ്റ്റാണ് കേട്ടോ. അടിപൊളി. ഇതാ നല്ല വിളഞ്ഞിട്ടുണ്ട്. സൂപ്പർ നെല്ലിക്കയാണ്. ഇത് അച്ചാറിട്ട് കഴിഞ്ഞാൽ കഴിക്കാൻ എന്നാ ടേസ്റ്റ് ആയിരിക്കും. എന്നാ പറഞ്ഞാൽ നീ കഴിക്കും സാധനം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. നല്ല വ്യൂ ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. ഇത് നിറച്ച് വെട്ടിമരമാണ്. അപ്പോൾ നമ്മളിനി മേലിലോട്ട് കയറിപ്പോയി. ആ നെല്ലിക്ക എന്നാ ടേസ്റ്റാണെന്നറിയോ. ചെറിയ നെല്ലിക്കയാണ്. ചെറുത്, വളരെ ചെറുതാണ്. വളരെ ചെറിയ നെല്ലിക്കയാണെങ്കിലും പക്ക ടേസ്റ്റാണ്. അവിടെ ഒരു നെല്ലിയുണ്ട്, അതിനകത്തുണ്ടോ നോക്കട്ടെ. നെല്ലിയാണ്, അതിലില്ല. ഇനിയാണ് നമ്മുടെ വ്യൂ പോയിൻ്റിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം. നല്ല വ്യൂ ഉള്ള സ്ഥലം. അത് നമ്മൾ കാണുന്നു. അതിപ്പോൾ കാണിക്കാം. ഇത് മേളിൽ ചെല്ലും. അവിടെ ഒരു നെല്ലിയുണ്ട്. അവിടെ ആ നെല്ലിയിൽ ചിലപ്പം നെല്ലിക്ക കാണാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇതിന് മുന്നേ ഒരു ദിവസം വന്നപ്പോൾ നെല്ലിക്ക അത് വളരെ ചെറുതായിരുന്നു. 1-2 എണ്ണമൊക്കെ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും നെല്ലിക്ക കാണാതിരിക്കില്ല. 10 എണ്ണം കിട്ടിയാലും നമുക്ക് ഹാപ്പിയാണ്. കാരണം ഇവിടെ വരെ വന്നിട്ട് കഴിക്കാനെങ്കിലും കിട്ടുമല്ലോ. ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ സ്ഥലങ്ങളാണ്. അയ്യോ, ഇവിടെ ആരോ നെല്ലിക്ക പറിച്ചിട്ടുണ്ട്. കൊമ്പെല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണല്ലോ പറിച്ചേക്കുന്നത്. അതിനകത്ത് നെല്ലിക്ക ഉണ്ടായിരുന്നു, പക്ഷേ ഇത് മൊത്തം പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ കൊമ്പെല്ലാം വെട്ടിയിട്ടാണ് പറിച്ചേക്കുന്നത്. ഇങ്ങനൊരു സ്വഭാവമുണ്ട് ആൾക്കാർക്ക്. കൊമ്പ് വെട്ടിയിട്ട് പറിക്കുക. അതല്ലാതെ പിടിച്ച് ഇനി ചെറിയ തോട്ടി കിട്ടിയിട്ടായാലും പറിച്ചെടുത്താൽ മതി. ഇത് ഫുള്ള് കൊമ്പ് വെട്ടിയിട്ടിട്ട്, ഫുള്ളല്ല, കുറേ കൊമ്പുകൾ ഇവിടെ വെട്ടിയിട്ടുണ്ട്. ആ നല്ല വ്യൂ ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ വന്നേക്കുന്നത്. ഇതാ എന്നാ ഭംഗിയാന്ന് നോക്കി. ഇതാ വാവ്, പക്ക പൊളി സ്ഥലം. ഇതാ ഒരു പൂവ് കണ്ടോ, ചെറിയ അപ്പോൾ ഫ്രണ്ട്സേ, നിങ്ങൾക്ക് ഈ വ്യൂ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. കാര്യം പക്ക സൂപ്പർ സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് മേളിലേക്ക് കയറിപ്പോൾ. ഇങ്ങനെ കയറിപ്പോൾ ഇതിലേക്കൂടെ കയറാം. പുല്ല് എന്തോ തുരന്നിട്ടേക്കുന്നുണ്ടോ. എലിയാണോ എന്തോ. പുല്ലാണ്. ഇവിടെയുള്ളൊരു പ്രത്യേകതരം പൂവാണ്. ഞാനിവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എള്ളിൻ്റെ കൂട്ടിരിക്കും. അതിൻ്റെ
എള്ളിൻ്റെ അതേ ഇതായിരിക്കും. ഇതിൻ്റെ വിത്ത് കണ്ടോ, എള്ളിൻ്റെ ഇലയ്ക്ക് ഇച്ചിരി കൂടെ വലിയ ഇലയാണ്. പക്ഷെ എന്നാൽ ആ പൂവ്, എള്ളിൻ്റെ പൂവ് വൈറ്റ് ആയിരിക്കും. ഇത് കണ്ടോ, നീല കളറാണ്. നമ്മളിങ്ങനെ കിടക്കണം. പൊളി സ്ഥലമാണ് കേട്ടോ. വ്യൂ എന്ന് പറഞ്ഞാൽ പക്കാ വ്യൂ. മനുമോൻ മുന്നേ പോകുന്നുണ്ട്. ഇത് പുന്നയാണ്, പുന്നമരം, അതിൻ്റെ തൈയാണ്. ഇതാ എള്ളിൻ്റെ ഇതുപോലെ തന്നെ ആ ചെടി. ഈ ചെടി ഇവിടെ നേരത്തെ ധാരാളം ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറവാണ്. ധാരാളം പൂത്ത് നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. കുറച്ച് നെല്ലിക്കയുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ്ട് ഇവിടെ എല്ലാം നെല്ലിമരമുണ്ട്. ഇത് വളരെ ചെറിയ മരം ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കയറാനധികം പാടൊന്നുമില്ല, പെട്ടെന്ന് കയറാമെന്നുള്ളതേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു മരങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത്. വലിയ മരങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ചെറിയ ചെറിയ മരത്തിലൊക്കെ ആവശ്യത്തിന് നെല്ലിക്കയുണ്ട്. ഇതുപോലെ അടച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നല്ല നെല്ലിക്കയാണ്. ഇത് താഴേക്ക് ഇടുകയാണ്. ഇത് കൊള്ളാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ വനത്തിനുള്ളിൽ കൂടെ ഒരു 4-5 കിലോമീറ്റർ നടന്ന് ഇതിനുള്ളിൽ എത്തിയിട്ടുണ്ട്. മെയിനായിട്ടുള്ള കാര്യം നമ്മൾ നെല്ലിക്ക പറിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ ബിനു മച്ചാൻ ഇമരത്തിൽ കയറി കുറച്ച് നെല്ലിക്ക പറിച്ചിട്ടുണ്ട്. വലിയ മരത്തൊന്നും പേടിയാ ചേട്ടാ, അവിടെ ഉണ്ട് കുഞ്ഞുമരങ്ങളുണ്ട്. ഇതിനുള്ളിലെ കാഴ്ച കാണാനും നല്ല ഭംഗിയാണ്. നല്ല വ്യൂ പോയിന്റ് ഇതിനുള്ളിൽ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ബിനു മച്ചാൻ ഒരു മരത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത മരത്തിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സെ, നമ്മൾ പാലവളത്ത് വന്നു. ഇതാ നെല്ലിമരത്തിൽ നെല്ലിക്ക ഇങ്ങനെ കായ്ച്ച് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഞാൻ ഈ മരത്തിൻ്റെ മേലിലാണ്. താഴെ സാം മച്ചാൻ അവിടെ ഉണ്ട്. അപ്പുറത്ത് നമ്മുടെ മനു മച്ചാൻ അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പം ഞാനിപ്പോൾ ഈ ഇത്രയും വലിയ മരമാണ് കേട്ടോ. ഇതാ വലിയ മരമാണ്. മരത്തിൻ്റെ മേലിൽ നമ്മളിങ്ങനെ കയറി വന്നേക്കുകയാണ്. അപ്പം എന്താ മരുതിയുടെ പൂവാണിത്. മരുതിയുടെ അപ്പോൾ മേലിൽ ഇതാ നെല്ലിക്കയൊക്കെ ഇവിടെ ഇഷ്ടംപോലെ കായ്ച്ച് നിൽപ്പുണ്ട്. ഇത് കണ്ടോ, ഇതാണോ ഇങ്ങനെ. ഏകദേശം ഒരു പുന്നലെന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരു 7 കിലോമീറ്റർ ഉള്ളിലാണ് ഈ സ്ഥലം. അപ്പം നെല്ലിക്ക കായ്ച്ച് കിടക്കുന്നുണ്ടോ, എന്നാ ലുക്കാന്ന് നോക്കി. ഭയങ്കര രസമാണ് കേട്ടോ ഇത് നെല്ലിക്ക പിടിച്ച് കിടക്കുന്നത്. പക്ഷേ ഈ ഇത്രയും സെറ്റപ്പ് അല്ലെങ്കിൽ ഇത്രയും ഭംഗിയുള്ള ഈ ഒരു ഇത് ഇത്രയും ഔഷധവും ഗുണമൊക്കെ ഉള്ള ഈ ഒരു സാധനം നമ്മൾ ഇത് പറിക്കാൻ വരുന്നവർ ഈ മരം നശിപ്പിക്കാതെ പറിച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം അടുത്ത ആൾക്കാർ വരുമല്ലോ, അല്ലെങ്കിൽ ഇവർ തന്നെ വരുമല്ലോ. വരുന്ന സമയത്ത് പിന്നെയും ഇത് വീണ്ടും കായ്ക്കും. ആ സമയത്ത് നമുക്ക് വീണ്ടും അതിനകത്ത് നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഇത് പറിച്ചെടുക്കാൻ വേണ്ടിയുള്ള എളുപ്പത്തിന് വേണ്ടി ഇവർ കാണിക്കുന്ന പരിപാടിയാണ് ഈ ഇതിനകത്ത് കയറി മരം നശിപ്പിക്കുന്നത്. മരം നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷത്തേക്കിന് മരം വീണ്ടും കൊപ്പൊക്കെ ഉണ്ടായി വന്നു കഴിഞ്ഞിട്ട് പിന്നെ വർഷങ്ങളെടുക്കും പിന്നെ കായ്ച്ചു വരാനെ കൊണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ ചില്ലകളിലാണ് ഇത് കായ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ കായ
ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയ ജില്ലയിൽ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ചെറിയ ജില്ല നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഈ ചെറിയ ജില്ല ഉണ്ടാക്കി വരണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര നാൾ പിടിക്കും നോക്കണം. അപ്പോൾ ഇതുപോലെ ഈ കൊപ്പ് ഇങ്ങനെ വളർന്ന് വന്ന് ഇത്രയും വലിയ കൊപ്പ് വളർന്ന് ചെറിയ ചെറിയ ചില്ലകളായി ആ ചില്ലയുടെ അറ്റത്തൊക്കെയാണ് ഈ കായ പിടിക്കുന്നത്. അതായത് ഇലയുടെ തണ്ടിലാണ് ഈ കായ പിടിക്കുന്നത്. അപ്പോൾ അത് നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കിട്ടത്തില്ല. അത് വരുന്നവർ നശിപ്പിക്കാതിരിക്കുക. അപ്പോൾ ശരി, നമുക്ക് ഇതേ കണ്ട അടിപൊളി. ഇത് ഞാൻ പറിച്ചിട്ടില്ല, ഇത് കൊപ്പിൽ നിൽക്കുകയാണ്. മരത്തിലുള്ള കൊപ്പിലാണ് ഇത് നിൽക്കുന്നത്. കണ്ടോ എന്നാ ലുക്കാന്ന് നോക്കി. അപ്പം നമുക്കിത് പറിക്കാം.